അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായം 11 മുതൽ 22 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. യത്ര സാക്ഷാൽ ഹരികൃഷ്ണോ യാദവേന്ദ്രോ മഹാമനാം ബ്രാഹ്മണാ പൂർണ്ണവിദ്യാശ്ച ഭാരദ്വാജാദയസ്തഥാ കൃത്വാ യജ്ഞം സുസമ്പൂർണം മാസമാത്രേണ പാണ്ഡവൈ പ്രാപ്തം മഹത്തരം കഷ്ടം വനവാസശ്ച ദാരുണാം പീഡനം ചൈവ പാഞ്ചാല്യാസ്തഥാദ്യൂതേ പരാജയ വനവാസോ മഹൽ കഷ്ടം ക്വഗതം മഖജം ഫലം ദാസത്വം ച വിരാടസ്യ കൃതം സർവൈർമഹാത്മഭി കീചകേന പരിക്ലിഷ്ട ദ്രൗപദീ ച പ്രമദ്വരാ ആശീർവാദ ദ്വിജാതീനാം ക്വഗതാ ശുദ്ധചേതസാം ഭക്തിർവാ വാസുദേവസ്യ ക്വഗതാ തത്ര സങ്കടേ ന രക്ഷിതാ തദാ ബാലാ കേനാപി ദ്രുപദാത്മജാ പ്രാപ്തകേശഗ്രഹാകാലേ സാധ്വീ ച വരവർണിനി കിമത്ര ചിന്തനീയം വൈ ധർമ്മവൈഗുണ്യകാരണം കേശവേ സതി ദേവേശേ
ധർമ്മപുത്രേ യുധിഷ്ഠിരേ. ഭവിതവ്യമിതി പ്രോക്തേ നിഷ്ഫലസ്യാത്തദാഗമാ വേദമന്ത്രാസ്തധാന്യേ ച വിതധാസ്യുരസംശയം. സാധനം നിഷ്ഫലം സർവമുപായശ്ച നിരർദ്ധകാ ഭവിതവ്യം ഭവത്യേവ വചനേ പ്രതിപാദകേ. ആഗമേപ്യർത്ഥവാദസ്യാൽ ക്രിയാ സർവാ നിരർദ്ധകാ സ്വർഗാർത്ഥം ച തപോവ്യർത്ഥം വർണ്ണധർമ്മശ്ച വൈ തഥാ. സർവം പ്രമാണം വ്യർത്ഥം സ്യാൽ ഭവിതവ്യേ കൃതേ ഹൃദി ഉഭയം ചാപി മന്തവ്യം ദൈവം ചോപായ ഏവ ച. കൃതേ കർമ്മണി ചേത് സിദ്ധിർവിപരീതാ യദാ ഭവേൽ വൈഗുണ്യം കൽപ്പനീയം സ്യാൽ പ്രാജ്ഞൈ പണ്ഡിതമൗലിഭി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽ 22-ാമത്തെ ശ്ലോകം വരെ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നതാവർത്തത്തിൽ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവിടെയോ യാദവേന്ദ്രൻ ഭഗവാനം ശ്രീകൃഷ്ണനും ഭരദ്വാജാദികളാം വിപ്രരും തന്നെത്തി. പാണ്ഡവരോ യജ്ഞം പൂർത്തിയാക്കി, എന്നാൽ മഹാകഷ്ടം വനവാസം വരിക്കേണ്ടതായി വന്നല്ലോ. കൃഷ്ണ പീഡിപ്പിക്കപ്പെട്ടു, ചൂതുകളിയിലോ തോറ്റു, വനവാസം വേണ്ടി വന്നു യാഗഫലമോ. മഹാത്മാക്കൾ പാണ്ഡവരോ വിരാടനുദാസരായി, ദ്രൗപദിയോ കീചകനാൽ ക്ലേശം സഹിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശുദ്ധഹൃത്താം വിപ്രരുടെ ആശീർവാദമേ വീടെ പോയി, വാസുദേവ ഭക്തി കൊണ്ടു ഭവിച്ചതെന്ത്. ദ്രൗപദിയെ രക്ഷിക്കാനായി ആരുമുണ്ടായില്ല വീടെ, സാധ്വിയായ അവളെയും വലിച്ചിഴച്ചു. ധർമ്മജനും ശ്രീകൃഷ്ണനും ഉണ്ടായിട്ടുമെന്തുകൊണ്ടു ധർമ്മത്തിനു ഇത്തരത്തിൽ വീഴ്ചയുണ്ടായി. സംഭവിക്കേണ്ടതെല്ലാമേ സംഭവിക്കുമെന്നാണെങ്കിൽ വേദം നിഷ്പ്രയോജനമാണെന്നും വന്നിടും. വേദമന്ത്രങ്ങളും മറ്റു പലതും നിഷ്പ്രയോജനം
അർദ്ധശൂന്യങ്ങളുമാകും നിശ്ചയം തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സംഭവിക്കേണ്ടവയെല്ലാം സംഭവിച്ചേ തീരുവെങ്കിൽ സംഭാവ്യതയ്ക്കു കാരണം നിഷ്ഫലമാകും. ഉപായമോ നിരർത്ഥകമായി തീരും നിശ്ചയം താൻ. ഉപകരണത്തിനു പ്രസക്തിയില്ലല്ലോ. വേദത്തിലും അർത്ഥവാദം ഉണ്ടെന്നു വരുമതുപോൽ വൈദികമാം സർവകർമ്മം സ്വർഗത്തിനായി നടത്തുന്ന തപസ്സുകൾ വർണ്ണാശ്രമധർമ്മങ്ങളും വ്യർത്ഥമാണെന്നും പറഞ്ഞിടേണ്ടി വന്നിടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭവിതവ്യം ഭവത്യേവ എന്നു മനസ്സിലുറച്ചാൽ സകല പ്രമാണങ്ങളും വ്യർത്ഥമായിടും. അതുകൊണ്ടു കർമ്മത്തിലും വിധിയിലും ഒരുപോലെ ആശ്രയിച്ചേ മതിയാകൂ എന്നുമറിയൂ. കർമ്മം ചെയ്താൽ ഫലമുണ്ട്, അതിനു വിപരീതമോ കർമ്മത്തിൻ്റെ ഗുണമേന്മ പോരെന്നും വരും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 220 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ തൃതീയസ്കന്ധം 12 അധ്യായത്തിൽ 11 ശ്ലോകം മുതലാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. അതാണ് പാരായണം ചെയ്തതും അതേപോലെ തന്നെ ഭാഷാഗാനമായി പാടിയത്. ഇവിടെ പറയുന്നു രാജസൂയ യാഗത്തെക്കുറിച്ച്. പാണ്ഡവന്മാര് ഉത്തമമായ രാജസൂയം നടത്തി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പോൾ അവിടെ ആ രാജസൂയത്തിന് എത്ര സാക്ഷാൽ ഹരികൃഷ്ണോ യാദവേന്ദ്രോ മഹാമനാഹ, അവിടെ യാദവ പ്രമുഖനും യാദവ ശ്രേഷ്ഠനും മഹാമനസ്കനുമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹരി, വിദ്യകളൊക്കെ പഠിച്ച ഭരദ്വാജാതി ബ്രാഹ്മണർ ഇവരൊക്കെ അവിടെ എത്തിയിരുന്നു. ബ്രാഹ്മണ പൂർണ്ണവിദ്യാശ്ച ഭാരദ്വാജാതയസ്തഥ എന്ന്. അപ്പോൾ ഭാരദ്വാജൻ തുടങ്ങിയ ബ്രാഹ്മണരൊക്കെ അവിടെ വന്നിരുന്നു. അങ്ങനെ കൃത്വായജ്ഞം സുസമ്പൂർണം മാസമാത്രേണ പാണ്ഡവൈഹി,
മാസത്തിനുള്ളിൽ പാണ്ഡവന്മാർ യജ്ഞം പൂർത്തിയാക്കി. എങ്കിലും അവിടെയാണ് പ്രാപ്തം മഹത്തരം കഷ്ടം വനവാസശ്ച ദാരുണം. ഒരിതൊക്കെ ചെയ്തുവെങ്കിലും വലിയ മഹാകഷ്ടങ്ങളിൽ അവര് അകപ്പെട്ടു എന്നുള്ളതാണ്. അവർക്ക് വനവാസം വേണ്ടി വന്നു. ആലോചിച്ചു നോക്കൂ. പീഡനം ചെയ്വ പാഞ്ചാല്യാസ്തഥാദ്യൂതേ പരാജയ. പാഞ്ചാലി പീഡിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പാഞ്ചാലി പീഡിപ്പിക്കപ്പെട്ടതും ചൂതുകളിയിൽ അവർക്ക് തോൽവിയുണ്ടായതും വനവാസോ മഹത് കഷ്ടം ക്വഗതം മഖജം ഫലം. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ വനവാസത്തിന് പോകേണ്ടി വന്നു. പാഞ്ചാലി പീഡിപ്പിക്കപ്പെട്ടു, ചൂതുകളിയിൽ തോറ്റു. യാഗത്തിന്റെ ഫലം എവിടെ പോയി ചോദിക്കുകയാണ്. അപ്പോ മഹാത്മാക്കളായ പാണ്ഡവന്മാർ മുഴുവൻ വിരാടന് ദാസിപ്പണി ചെയ്യേണ്ടി വന്നു. ദാസത്വം ച വിരാടസ്യ കൃതം സർവൈർമഹത്നഭി കീചകേന പരിക്ലിഷ്ട ദ്രൗപദീജ പ്രമദ്വര. ആ ശ്രേഷ്ഠയായ സ്ത്രീരത്നമായിരിക്കുന്ന ദ്രൗപദി കീചകനാൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. വേദവ്യാസൻ പറയുകയാണ്. പിന്നെ ആശീർവാദാ ദ്വിജാദീനാം ക്വഗത ശുദ്ധചേതസാം. ശുദ്ധചേതസ്സുള്ള ശുദ്ധഹൃദയന്മാരായ മഹാബ്രാഹ്മണരുടെ ആശീർവാദങ്ങളൊക്കെ എവിടെ പോയി? ഭക്തിർവ വാസുദേവസ്യ ക്വഗത തത്ര സങ്കടേ. അവർക്ക് വാസുദേവനിൽ ഭക്തി കൊണ്ട് അവർക്ക് എന്തുണ്ടായി? അവരത്യന്തമായ കഷ്ടത്തിൽപ്പെട്ടില്ലേ? ന രക്ഷിത തഥാ ബാല കേനാപി ദ്രുപദാത്മജ. അവിടെ വെച്ച് ആ ദ്രുപദപുത്രിയെ രക്ഷിക്കാൻ അപ്പോ ആരും ഉണ്ടായില്ല എന്നാണ്. എന്തിന്? പാണ്ഡവന്മാർ പോലും. പ്രാപ്തകേശഗ്രഹാകാലേ സാധ്വീച വരവർണിനി. അങ്ങനെ സാധ്വിയായ സുന്ദരിയായ ആ പാഞ്ചാലി അവൾ തലമുടിക്ക് ചുറ്റി വലിച്ചിഴക്കപ്പെട്ടു ദുശാസനാൽ. അല്ലേ? കിമത്ര ചിന്തനീയം വൈ ധർമ്മവൈഗുണ്യ കാരണം കേശവേ സതി ദേവേശേ ധർമ്മപുത്രേ യുധിഷ്ഠിരൻ. ധർമ്മനന്ദനായിരിക്കുന്ന യുധിഷ്ഠിരനും ദേവദേവാധിപനായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ കേശവനും ഉള്ളപ്പോൾ പോലും ധർമ്മത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഴ്ച സംഭവിച്ചത്? അത് ചിന്തിക്കേണ്ടതെന്നാണ്. അവർ വലിയ ഗംഭീരമായിട്ടുള്ള രാജസൂയയാഗമൊക്കെ നടത്തി, ഒരുപാട് ദക്ഷിണകൾ കൊടുത്തു, മഹാബ്രാഹ്മണർ വന്നവരെ അനുഗ്രഹിച്ചു. ഭാരദ്വാജൻ തുടങ്ങിയ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണർ അവിടെ ഉണ്ടായിരുന്നു. എന്തിന്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ എല്ലാത്തിനും മുന്നിട്ട് നിന്നുകൊണ്ട് അത് ചെയ്തു. എന്നിട്ടും അവർക്ക് ഒരുപാട് കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോ ഭവിതവ്യം ഇതി പ്രോക്തേ നിഷ്ഫലേ സ്യാതദാഗമ വേദമന്ത്രാസ്തധാന്യേച വിതഥാ സ്വരസംശയം. അപ്പൊ പറയാണ്, ഇനി ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്, ഇതൊക്കെ സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം നിഷ്പ്രയോജനമാണ്, നിഗമം നിഷ്പ്രയോജനമാണെന്ന് പറയേണ്ടി വരും. ഇല്ലേ? വേദമന്ത്രങ്ങളും മറ്റു പലതും നിഷ്പ്രയോജനങ്ങളും അർത്ഥശൂന്യങ്ങളുമാണ്, അതിനൊന്നും ഫലമുണ്ടായില്ല എന്ന് പറയേണ്ടി വരില്ലേ? ആലോചിച്ചു നോക്കൂ. രാജാവിനോട് വേദവ്യാസൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, സാധനം നിഷ്ഫലം സർവം ഉപായശ്ച നിരർത്ഥക ഭവിതവ്യം ഭവത്യേവ വചനേ പ്രതിപാദകെ. ഭവിതവ്യം ഭവത്യേവ, സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ എന്നാണ് വാദം എങ്കിൽ ആ സംഭാവ്യതയ്ക്ക് കാരണമാകുന്ന സാധനം നിഷ്ഫലമാകും, ഉപായം നിരർത്ഥകമാകും. അപ്പൊ സംഭവിച്ചേ തീരുവെങ്കിൽ പിന്നെ ഉപായത്തിനോ ഉപകരണത്തിനോ പ്രസക്തിയില്ല. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഫലം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഭവിതവ്യം ഭവത്യേവ എന്ന ആ വാദം അതും അവിടെ നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നു. ആഗമേപ്യർത്ഥവാദസ്യാൽ ക്രിയാ സർവാ നിരർത്ഥകാഹ സ്വർഗാർത്ഥം ച തപോവ്യർത്ഥം വർണ്ണധർമ്മശ്ച വൈ തഥ. അപ്പൊ വേദങ്ങളിലും അർത്ഥവാദങ്ങൾ, അല്ലേ? ഈ തത്വം ഉദാഹരിക്കുന്ന കഥകൾ ഉണ്ട് എന്ന് വരും. അപ്പൊ സകല വൈദിക കർമ്മങ്ങളും അതേപോലെ തന്നെ സ്വർഗകാമം ആയിട്ട്, സ്വർഗകാമിയായിട്ട്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന തപസ്സും വർണ്ണാശ്രമധർമ്മങ്ങളും ഒക്കെ തന്നെ വ്യർത്ഥമാണ് എന്ന് പറയേണ്ടി വരും. സർവം പ്രമാണം വ്യർത്ഥം സ്യാൽ
ഭവിതവ്യേ കൃതേ ഹൃദി ഉഭയം ചാപി മന്ദവ്യം ദൈവം ചോപായ ഏവച. ഭവിതവ്യം ഭവത്യവ നേരത്തെ പറഞ്ഞു ഇല്ലേ? അപ്പോ ആ വിശ്വാസം ഹൃദയത്തിൽ വേരുറച്ചു കഴിഞ്ഞാൽ സകല പ്രമാണങ്ങളും, വേദത്തിലെ മാത്രമല്ല പുരാണങ്ങളിലും ഒക്കെ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ മുഴുവൻ വ്യർത്ഥമായിട്ട് തീരും. അതുകൊണ്ട് രണ്ടിനെയും, ആ ഭവിതവ്യതയെയും ഉപായത്തെയും കണക്കിലെടുത്ത് എന്നിട്ട് ചിന്തിക്കണം എന്നാണ്. കർമ്മത്തിലും വിധിയിലും, കർമ്മം പൗരുഷമാണ്, വിധി ദൈവേച്ഛയാണ് അല്ലേ? അപ്പൊ കർമ്മത്തിലും വിധിയിലും പൗരുഷത്തിലും ദൈവത്തിലും ആശ്രയിച്ചേ മതിയാകൂ എന്ന് ഉറപ്പിക്കൂ. കൃതേ കർമ്മണി ചേത് സിദ്ധിർ വിപരീത യഥാ ഭവേൽ വൈഗുണ്യം കൽപ്പനീയം സ്യാൽ പ്രാജ്ഞൈ പണ്ഡിതമൗലിഭി. കർമ്മം ചെയ്താൽ ഫലമുണ്ടാകും, അതിന് വിപരീതമായി വന്നാൽ കർമ്മത്തിന് ഗുണമേന്മ ഉണ്ടായിരുന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരും അല്ലേ? പണ്ഡിതശ്രേഷ്ഠന്മാരായ പ്രാജ്ഞന്മാര്, അറിവുള്ള ആളുകൾ, അവരിത് മനസ്സിലാക്കേണ്ടതാണ് എന്ന് വേദവ്യാസൻ തുറന്നു പറയുന്ന 22ാമത്തെ ശ്ലോകത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ അക്ഷര സബര്യ സമർപ്പിക്കുന്നത്. നാളെ നവവത്സരമാണ്. ആ നവവത്സരത്തിൻ്റെ പുണ്യദിനത്തിൽ ഒരു പുതിയ വർഷം ആരംഭിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സങ്കല്പം പോലെ നാരായണീയം എന്ന ആ സ്തോത്രകാവ്യത്തെ ഓരോ ശ്ലോകങ്ങളായി, ശ്ലോകാനുശ്ലോകം പദം തിരിച്ച് അതിനെ അനുസ്മരിക്കാനുള്ള ഒരു ചിന്ത അത് നാളെ ആരംഭിക്കുകയാണ്. നാരായണീയ മധുരം എന്ന രീതിയിൽ അത് എല്ലാ ദിവസവും വളരെ കുറച്ചു സമയം, പരമാവധി 10 മിനിറ്റ്, ചുരുങ്ങിയത് 5 മിനിറ്റ് എങ്കിലും അതിനെക്കുറിച്ച് ഒരു അക്ഷരസപര്യ, അക്ഷരപൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നാളെ കാലത്ത് അത് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നാരായണനെയും നാരായണീയെയും ആ ഈശ്വരീയ ഭാവങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചും കൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ ജഗദംബികായേ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ, അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.